ഞാൻ ചിന്തിച്ച ഒരു കാര്യമാട്ടോ നിങ്ങളോട് പറയുന്നത്. നമ്മൾ പട്ടിണി അനുഭവിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന അവസ്ഥകൾ പണമുള്ള അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാകില്ല. നമ്മുടെ ആ തളർച്ചയും ആ ക്ഷീണവും നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഒന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. പണമുള്ളവന് പണമില്ലാത്തവൻ്റെ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. കാരണം അവർ കൃത്യമായിട്ട് ഫീസ് അടയ്ക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം മക്കളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് കടം ചോദിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ടെന്നറിയാവോ? ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ദിവസം തന്നേക്കാം എന്നുള്ള ഓരോ ഒഴിവുകൾ പറഞ്ഞ്. അപ്പോൾ അതും മനസ്സിലാകില്ല. വസ്ത്രമില്ലാത്തവനാണ് വസ്ത്രത്തിൻ്റെ വില മനസ്സിലാകുകയുള്ളൂ. ധാരാളം ഡ്രസ്സുകൾ മാറി മാറി ഇടുന്നവർക്ക് ഒരു വസ്ത്രമെങ്കിലും മേടിക്കാൻ കൊതിയോടെ നോക്കിയിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടാകുമെന്നറിയാവോ? അപ്പോൾ നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കടൽത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന വീടില്ലാത്തവൻ്റെ ദാരിദ്ര്യവും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുടെ ദാരിദ്ര്യവും നമ്മൾ കാണുന്നതാണ്. നമുക്കിഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അല്ലാണ്ട് ദാരിദ്ര്യമൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ ചുമ്മാ ഒന്ന് രാത്രിയിലൊന്ന് സഞ്ചരിച്ച് നോക്കൂ. കടകളുടെ തിണ്ണകളിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? അവർ കടകളുടെ ഹോട്ടലുകളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബിസ്ക്കറ്റിന് വേണ്ടി നമ്മുടെ പുറകെ കൂടി വരുന്ന കുഞ്ഞുങ്ങളെയും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ സുഭിക്ഷമായി കഴിയുമ്പോഴും ഇങ്ങനെയുള്ളവരും ഉണ്ട്. ഇവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വില മനസ്സിലാകുകയുള്ളൂ. അത് എന്തോരം തീവ്രമാണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ, ഇല്ലേ? അല്ലാതെ ആർക്കും ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പോലും ഈ സമയത്ത് ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്ന എത്രയോ മാതാപിതാക്കളെ എനിക്കറിയാമെന്നറിയാമോ? ഒരു 20,000 രൂപ വേണം, മോൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണം ഇതിന് വേണം എന്നും പറഞ്ഞ് പണിയെടുക്കുന്ന പൈസ മുഴുവൻ സേവ് ചെയ്ത് പട്ടിണി കിടന്ന് ഫീസ് ഉണ്ടാക്കുന്ന അച്ഛനമ്മമാരെയും അറിയാം. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ശരിയാണോ എന്ന്.